ChatGPT, Gemini, ക്ലോഡ് ഇതാണ് AI എന്നാണ് നിങ്ങളിപ്പോഴും വിചാരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ലെവൽ 1ലാണ് ഇരിക്കുന്നത്. ആക്ച്വൽ ചേഞ്ചസ് നടക്കുന്നത് ലെവൽ 2 ആൻഡ് ലെവൽ 3ലാണ്. അത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ യു ആർ മിസ്സിംഗ് ഔട്ട് എ ലോട്ട്. ഞാൻ പറഞ്ഞുതരാം. ലെവൽ 1 എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് വരുന്ന ChatGPT പോലെയുള്ള ജനറേറ്റീവ് AI ടൂളുകളാണ്. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാം, ഇമേജുകൾ ജനറേറ്റ് ചെയ്യാം, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ AI നമുക്ക് വരുന്നു. ലെവൽ 2ൽ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന AI ഏജൻസ് ആണ് വരുന്നത്. സോ നമുക്ക് എന്തെങ്കിലും ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോണമസ്ലി ചെയ്യാൻ സാധിക്കുന്ന AI ഏജൻസ്. ലെവൽ 3ൽ വരുന്നത് മൾട്ടി ഏജന്റിക് സിസ്റ്റമാണ്. അതായത് മൾട്ടിപ്പിൾ ഏജൻസ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം. കോണ്ടന്റ് റിസർച്ച് ചെയ്യാനൊരു ഏജന്റ്, കോണ്ടന്റ് എഴുതാനൊരു ഏജന്റ്, അതിനെ എഡിറ്റ് ചെയ്യാനൊരു ഏജന്റ്, ദെൻ പോസ്റ്റ് ചെയ്യാനൊരു ഏജന്റ്, ഇങ്ങനെ മൾട്ടിപ്പിൾ ഏജൻസ് ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് വളരെ നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഈ ഒരു ലെവൽ 3 എന്ന് പറയുന്നത്. ലെവൽ 4 ആണ് AGI അഥവാ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഡൊമൈനിൽ സ്വന്തമായിട്ട് തിങ്ക് ചെയ്യാനും സ്വന്തമായിട്ട് കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാനും വരെ സാധിക്കുന്ന ഒരു ഹ്യൂമൻ ലെവൽ ഇന്റലിജൻസ് ഉള്ള ഒരു AIനെയാണ് AGI എന്ന് പറയുന്നത്. 5ാമത്തെ ലെവലിൽ നമുക്ക് വരുന്നത് സൂപ്പർ ഇന്റലിജൻസ്, അതായത് മനുഷ്യന്മാരെക്കാളും ഇന്റലിജന്റ് ആയിട്ടുള്ള AI സിസ്റ്റംസ്. ഇവർ പല ഡൊമൈൻസിൽ തിങ്ക് ചെയ്യാനും പല പ്രോബ്ലംസ്, അതായത് ഇന്ന് ഹ്യൂമാനിറ്റിയെ ബാധിക്കുന്ന മെഡിസിൻ, എനർജി തുടങ്ങിയ പല ഡൊമൈനിൽ സ്വന്തമായിട്ട് തിങ്ക് ചെയ്ത് ഡിസിഷൻസ് മേക്ക് ചെയ്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കുന്ന ഹ്യൂമൻസിനേക്കാൾ ഇന്റലിജന്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് സൂപ്പർ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സോ ഒരു നമ്മൾ ടെർമിനേറ്ററിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു സൂപ്പർ ഇന്റലിജന്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് ഈ ഒരു ലെവൽ 5ൽ വരുന്നത്. ഇപ്പോൾ പല ബിസിനസ്സുകളും അതുപോലെ തന്നെ പല ആളുകളും ലെവൽ 1ൽ മാത്രമാണ് നിൽക്കുന്നത്. പക്ഷേ ആക്ച്വൽ ചേഞ്ചസും ആക്ച്വൽ റിസൾട്ടുകളും വരുന്ന ലെവൽ 2ലും ലെവൽ 3ലുമാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മിസ് ചെയ്യേണ്ട, വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള മോർ ഇൻഫർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ചാനൽ ഫോളോ ചെയ്യാനും മറക്കണം.